ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു ഈസി മാത്സ്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സിലെ എത്ര ടഫായിട്ടുള്ള ടോപ്പിക്കും വളരെ സിമ്പിളായി വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്സ് ആയിട്ട് മാറും. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹായ് ഡിയർ ചിൽഡ്രൻ, 9th സ്റ്റാൻഡേർഡിലെ എക്സസൈസ് 1.3ലെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് സൈഡിൽ വെച്ചോ. ഓക്കെ, അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താ സംഗതി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ്, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം കാണാൻ വളരെ സിമ്പിളാണ്. വാട്ട് ക്യാൻ ബി ദ മാക്സിമം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റ് ഇൻ ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് 1/17. 1/17 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 17 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെ ഒരു നമ്പർ പോയിൻ്റ് സംതിങ് ഇങ്ങനെ 2 ഇങ്ങനെ കിട്ടുമല്ലോ. അങ്ങനെ കിട്ടുന്ന സമയത്ത് ഒരു റിപ്പീറ്റിംഗ് ബ്ലോക്ക് വരും. അതായത് സെർട്ടൈൻ നമ്പറിന് ശേഷം വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ റിപ്പീറ്റിംഗ് ബ്ലോക്കിലെ നമ്പറിൻ്റെ എണ്ണം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, റിപ്പീറ്റിംഗ് ബ്ലോക്കിലെ നമ്പറിൻ്റെ എണ്ണം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ അല്ലേ? ഓക്കെ, 17 കൊണ്ടങ്ങ് ഹരിച്ചാൽ മതി അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം സിമ്പിളാണോ എന്ന്. ഫസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോവാണ്. 1/17 ഏതാ ഉള്ളിൽ വരേണ്ടത്? ഉള്ളിൽ വരേണ്ട നമ്പർ ഏതാണ്? യെസ്, 1 ആണ് ഉള്ളിൽ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലേ? 17 അല്ലേ പുറത്ത് വരേണ്ടത്? 17 പുറത്ത് വന്നു, 1 ഉള്ളിൽ വന്നു. 1ൽ 17 എത്ര പ്രാവശ്യം പോവും? പോവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 0 ഇടണം, പോയിൻ്റ് ഇടണം. പോയിൻ്റ് കുറച്ച് ഇങ്ങോട്ട് ഇടാം. ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. 10ൽ 17 പോവോ? പോവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 0 കൂടി ഇടണം. ഒരു 0 കൂടി ഇടുമ്പോൾ വീണ്ടും ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 ഇടണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഇവിടെ വേണ്ടത്? 100ൽ 17 എത്ര പ്രാവശ്യം പോവും അല്ലേ? 100ൽ 17 എത്ര പ്രാവശ്യം പോകും എന്നുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 17ൻ്റെ ടേബിൾ അങ്ങോട്ട് എഴുതി വെക്കുക. ആർക്കും ഓർമ്മ ഉണ്ടോ 17 ടേബിൾ? ഇത് ഓർമ്മിച്ച് വെക്കണമെന്നില്ല, ജസ്റ്റ് സൈഡിൽ ഇങ്ങനെ എഴുതിയാൽ മതി. 17 × 1 = 17 into 2, 17 × 2 = 34, 17 × 3 51. അതെങ്ങനെയാണ് സാർ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്? പെട്ടെന്ന് പഠിക്കാണ്ട്. അത് ഒന്നുമില്ല, മുന്നത്തെ നമ്പറിനോട് 17 കൂട്ടി അങ്ങ് പോയാൽ മതി. 17 × 4 = 51 17 എത്രയാ? 68. 17 × 5 = 68ഉം 17 എത്രയാ? 85. 17 × 6 = 102. 102 × 7 = 102 17 എത്രയാ? 119. 17 × 8 = 119 17 136. 17 × 9 = 136 17 153. 17 × 10 = 117. ഇനി ഇത് നോക്കി നമുക്ക് വേഗം കണ്ടുപിടിക്കാം. 100ൽ എത്ര 17 പോവും? 100 എവിടെ വരുന്നത്? ഇതിൻ്റെ താഴെയല്ലേ വരുന്നത്. അപ്പോൾ 5 പ്രാവശ്യം പോകും അല്ലേ? 5 പ്രാവശ്യം പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5 ഇടാം. 17 5 85. 100 85 കുറച്ചാൽ 15. 15 പോകില്ല, അപ്പോൾ ഇവിടെ ഒരു 0 ഇടാം. 150ൽ എത്ര പ്രാവശ്യം പോകും? 150 ഇവിടെയല്ലേ വരിക. അപ്പം 8 പ്രാവശ്യം പോകും അല്ലേ? 8 × 17 150 ആണേ. 8 × 17 സമം എത്രയാണ് വരുന്നത്? 136 അല്ലേ? 136. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 150 136 കുറച്ചാൽ 14. 0 ഫ്രീ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. 140ൽ എത്ര 17 ഉണ്ട്? 140 എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലേ? 8 പ്രാവശ്യം തന്നെ. വീണ്ടും 8
8 ഇൻറ്റു 17 സമം എത്രയാണ്? 136. ഓക്കെ, ഇനി അതിനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യണ്ടേ? അത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടുക? 136. 140 36 കുറച്ചാൽ 4 കിട്ടും അല്ലേ? 4 എന്ന് പറയുമ്പോൾ ഒരു 0 ഇടാം. 40. 40-ൽ എത്ര 17 പോവും? 2 17 അല്ലേ? 217 ഈസ് ഈക്വൽ ടു 34. ഇനി ഇതിന് 40 34 പോയാൽ 6. ഇനി 60-ൽ എത്ര 17 പോവും? 60-ൽ എത്ര 17 പോവും? 3 പ്രാവശ്യം അല്ലേ? 3 ഇൻറ്റു 17 ഈക്വൽ ടു 51. വളരെ ഫണ്ണായിട്ട് ചിന്തിച്ചാൽ മതി കേട്ടോ. ഇതെന്താ കിട്ടാത്തതെന്ന് ചിന്തിക്കണ്ട. നമുക്ക് മാക്സിമം അങ്ങ് പോയിക്കോട്ടെ. നമുക്ക് നോക്കാമല്ലോ എത്രത്തോളം പോകുന്നു. 60-ൽ 51 വർഷാൽ 9 അല്ലേ? 0 ഇട്ട് കൊടുക്കാം. 90-ൽ എത്ര പ്രാവശ്യം പോവും? 17 5 പ്രാവശ്യം പോകും അല്ലേ? 5 പ്രാവശ്യം. അപ്പോൾ ഇവിടെ ഒരു 5 ഇടാം. 5 ഇൻറ്റു 17 85. 90-ന്ന് 85 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 5 അല്ലേ? 5 എന്ന് പറയുമ്പോൾ 50. കുറച്ച് താഴോട്ട് എത്തിപ്പോയി. ഇനി ഇങ്ങോട്ട് മാറ്റി തരുന്നുണ്ടേ. അത് എഴുതാനുള്ള സ്ഥലം, ഇത് ഏത് ചെയ്യാനുള്ള സ്ഥലം. ഓക്കെ, അപ്പോൾ 50 ഇങ്ങോട്ട് മാറ്റി തരുന്നുണ്ടേ. 50-ൽ എത്ര പ്രാവശ്യം പോവാ? 17 3 പ്രാവശ്യം പോവില്ല. 3 17 51. 2 പ്രാവശ്യം പോവും. 2 17 34. 50 34 കുറച്ചാൽ 16 അല്ലേ? 16 പറയുമ്പോൾ 160. 160-ൽ എത്ര പ്രാവശ്യം പോവും? 160-ൽ 9 പ്രാവശ്യം. 160-ൽ 9 പ്രാവശ്യം. അപ്പോൾ ഇവിടെ 9 ഇടാം. 9 ഇൻറ്റു 17 സമം 153. അതൊന്നും നോക്കാണ്ട് തന്നെ കിട്ടും കേട്ടോ. കാരണം 17 ഇൻറ്റു 10 170 17 ഇൻറ്റു 9 170. ഒരു 17 ഓർക്കും. 153 7 അല്ലേ? 70. 70-ൽ എത്ര പ്രാവശ്യം പോവും? 4 പ്രാവശ്യം പോവും. 4 ഇൻറ്റു 17 സമം 68. നിങ്ങൾ പോയിട്ടില്ലല്ലോ? 70-ന്ന് 68 വർഷാൽ 2. നമുക്ക് നോക്കാമല്ലോ എത്രത്തോളം പോകുന്നു, എത്രത്തോളം ശക്തനാണെന്ന് നോക്കാമല്ലോ. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ 0 ഉണ്ടോ അല്ലേ? 20-ൽ 17 ഒരു പ്രാവശ്യം. ഒരു 17 3 അല്ലേ? 3 എന്ന് പറയുമ്പോൾ 30. 30-ൽ 17 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം പോവായില്ല, ഒരു പ്രാവശ്യം. ഒരു 17 17 30-ന്ന് 17 കുറച്ചാൽ 13. അടിയും തീർന്നിട്ടില്ല, ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി തരുന്നുണ്ട്. 13 എന്ന് പറയുമ്പോൾ ഇനി 0 ഇടാമല്ലോ. 130. 130-ൽ എത്ര പ്രാവശ്യം പോവും? 130-ൽ 7 പ്രാവശ്യം അല്ലേ? 7 പ്രാവശ്യം. 7 ഇൻറ്റു 17 ഈക്വൽ ടു 119. ഓക്കെ, അപ്പോൾ 130 19 11. ഇനി 110-ൽ എത്ര പ്രാവശ്യം പോവും? നോക്കിയാട്ടെ. 6 പ്രാവശ്യം അല്ലേ? അടിപൊളിയാണെന്നല്ലടാ. 6 ഇൻറ്റു 17 സമം എത്രയാ? 102. 110-ന്ന് 102 വർഷാൽ 8. 0 ഇടാം. 80-ൽ എത്ര 17 പോവും? 80-ൽ ഞാൻ പോന്നാണ് അല്ലേ? അങ്ങനെ പറയുന്നുണ്ട് ആരെങ്കിലും? അങ്ങനെ പറയണ്ട കേട്ടോ. നമുക്കിപ്പം കണ്ടെത്താം, ഇപ്പം ശരിയാക്കാം. അപ്പോൾ 4 പ്രാവശ്യം പോകും അല്ലേ? 4 ഇൻറ്റു 17 സമം 68 68. സോ 80 മൈനസ് 68 ഈസ് ഈക്വൽ ടു 12. ഇനി നമ്മൾ എന്തിടാം? ഇവിടെ 0 ഇടാം. 120-ൽ എത്ര പ്രാവശ്യം പോവും? 120 എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലേ? 7 പ്രാവശ്യം. 7 ഇൻറ്റു 17 ഈക്വൽ ടു 119. അടിപൊളി കണക്ക് തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് എന്തില്ല? അവിടെ നമ്പറില്ല. അപ്പോൾ ഇവിടെ ഒരു 0 ഇടും. 0 ഇട്ടാലും പോവില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു 0 വരും. പിന്നെയും നമുക്ക് പോവില്ല. അപ്പോൾ വീണ്ടും ഒരു 0 ഇടും. 100-ൽ എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? നോക്കിയാട്ടെ, ഇവിടുന്ന് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാണ്. 05 ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കിയാൽ മതി. എത്ര ബ്ലോക്കിന് ശേഷം, എത്ര നമ്പേഴ്സിന് ശേഷമാണ് ബ്ലോക്കായി റിപ്പീറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ജസ്റ്റ് എണ്ണി നോക്കൂടെ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. 16 ഡിജിറ്റിന് ശേഷമാണ്
റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറായിട്ട് എന്ത് എഴുതാം? ആൻസറായിട്ട് എഴുതാം 1/17 is equal to 0.0588235 എടുത്തിട 529941176447 യെസ് 47 അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന് മേലെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബാർ ഇട്ട് കൊടുക്കണം. ദ മാക്സിമം നമ്പർ ഓഫ് ഡിജിറ്റ് ബി ഇൻ ദ റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഈസ് the maximum number of digits in the repeating block is എത്രയാണ്? 16 അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ആൻസർ? അടിപൊളിയല്ലേ? കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ആൻസർ കണ്ടെത്തി. പക്ഷേ ഇതൊന്നൊരു ബുദ്ധിമുട്ടല്ലേ, ഇതൊരു ഫണ്ണാണ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ കാണാം. ഓക്കെ, ബൈ ബൈ.